എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഡാൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പ് 3 ടൈപ്പ് പരിപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നോർമൽ സാമ്പാർ പരിപ്പ് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ സെയിം അളവിൽ തന്നെ ഞാൻ മസൂർ ദാൾ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൂങ് ദാൾ ചെറുപയർ പരിപ്പ്. അപ്പോൾ ഇത് 3 കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു കറക്റ്റ് ടേസ്റ്റ് വരിക. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ദാളോ അല്ലെങ്കിൽ ഈ 2 ദാളോ വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പരിപ്പിൻ്റെ വേവ് അനുസരിച്ചിട്ട് മാറ്റം വരും. ഞാൻ ഒരു 3 വിസിലാണ് വയ്ക്കാൻ പോകുന്നത്. നോർമലി അത്രയും വയ്ക്കുമ്പോൾ എനിക്ക് പരിപ്പ് വെന്ത് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദാൾ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ചൂടാക്കിയിരിക്കുന്നത്. ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ജീരകം ഒരു 1-2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തോളൂ. കട്ട് ചെയ്ത് വെച്ചേക്കണേ ഒണിയൻ ചേർത്ത് കൊടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണം ഒണിയൻ. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 ഇഞ്ച് പീസിൻ്റെ 1 ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം. ഇനി എരിവനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിട്ടിരിക്കുന്ന ഒണിയൻ ഒരുപാട് മൂത്ത് വരണ്ട, ഒന്ന് ട്രാൻസ്കുലൻ്റ് ആയിട്ട് വരുമ്പോൾ പതുക്കെ ഒന്ന് സ്മൂത്തായിട്ട് വരുമല്ലോ. ആ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഓൾറെഡി പരിപ്പിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും നോർത്ത് ഇന്ത്യൻ ദാളിലൊരു യെല്ലോയിഷ് കളറാണ്. അപ്പോൾ ഞാനൊരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്, അതിനെ ചേർത്ത് കൊടുക്കുക. ഇനി ടൊമാറ്റോ ഒന്ന് വാടി വരണ വരെ നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേ തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത ടൊമാറ്റോ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷുകളിൽ എല്ലാത്തിലും ഉള്ളതാണ് കസൂരി മേത്തി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നിറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡാളിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് മിൽക്കാണ്. നമ്മൾ സാധാരണ പശുവിൻ്റെ പാലുണ്ടല്ലോ, അത് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് ഇത് അപ്പം തന്നെ സെർവ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് ഈ ഒരു രീതിയിൽ തന്നെ ഇരുന്നാൽ മതി. അതല്ല കുറേ കഴിഞ്ഞിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് കട്ടിയാവും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പോണ്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഞാൻ പരിപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ദാൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദാൽ ഫ്രൈ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ജീര റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജീര റൈസിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മല്ലിയുടെ ഇല ഇടാണ്ട് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മല്ലിയുടെ ഇല മസ്റ്റായിട്ട് ഇടണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ ഇതാ ഡാലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ജീര റൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡാലും ജീര റൈസും കൂടി കഴിക്കുമ്പോൾ ഡാലിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കഴിക്കുന്നതിന് മുന്നായിട്ട്. പിന്നെ ഒരു അച്ചാറും പപ്പടവും മാത്രം മതി. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കാണ്ട്.